നിന്നും സകല ദുഷ്ട വിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പിലും വിശുദ്ധിയിലും നിശാതമ്പരാനെ പ്രിയമായ ജീവിതത്താലും സൃഷ്ടാർത്ഥ്യം ചെയ്ത് മോർമളോഹാൻ പത്രോസിന്റെ സ്ഥാനം വഹിക്കുന്ന വന്യ ജേക്കബ് മണ്ണാർപ്പുറയിൽ കോർപ്പിസ്കോപ്പായുടെ പാദം കഴുകുമ്പോൾ കർത്താവും പത്രോസും തമ്മിലുള്ള സംഭാഷണമായി ഏവൻഗേലിയോൻ ഭാഗം തുടർന്ന് വായിക്കും. എന്നാൽ കർത്താവ് ശിമോൻ ദീപായുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ കർത്താവിനോട് പറഞ്ഞു, എന്റെ കർത്താവേ, നിന്റെ കാലുകളെ കഴുകുന്നു. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നോട് അറിയും. ശിമോൻ ദീപ അദ്ദേഹത്തോട് ഉത്തരമായി പറഞ്ഞു, അവിടുന്ന് ഒരിക്കലും എന്റെ കാല് കഴുകരുതേ. ഞാൻ കഴുകാതിരുന്നാൽ എന്നോട് ഒരുമിച്ച് നിനക്ക് പങ്കുണ്ടാകില്ല. എന്റെ കർത്താവേ, അങ്ങനെയെങ്കിൽ എന്റെ കാലുകൾ മാത്രമല്ല കൈകളും തലയും കൂടി കഴുകണമേ. കുളിച്ചവനെ കാലുകൾ മാത്രമല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല. അവൻ സർവാംഗ ശുദ്ധനാകുന്നു. നിങ്ങളും വിശുദ്ധിയുള്ളവരാകുന്നു. എങ്കിലും എല്ലാവരും അങ്ങനെയല്ല. യേശു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനാരെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. യേശു തമ്പുരാനവരുടെ കാലുകൾ കഴുകിയതിനു ശേഷം തന്റെ തന്മഹിമ നമിച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനീക്കി കൃപയായി കഴുകണമേ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്നും പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. സകല ദുഷ്ട വിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെളുപ്പിലും വിശുദ്ധിയിലും മിശിഹാ തമ്പുരാനെ പ്രീതികരമായ ജീവിതത്തിലും ശ്രേഷ്ഠാക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ യേശുതമ്പുരാൻ അവരുടെ കാലുകൾ കഴുകിയതിനു ശേഷം തന്റെ മേൽവസ്ത്രങ്ങൾ ധരിച്ച് പന്തിയിലിരുന്നു. വന്യപിതാവ് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഏവൻഗേലിയോൻ ഭാഗം മുഴുവൻ വായിക്കുന്നു. അത് പൂർത്തീകരിക്കും. താണഖിലേശ നീ തവ നിലതാഴ്ത്തി സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. തന്മഹിമ നമിച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. എല്ലാവർക്കും എഴുന്നേൽക്കാം. മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി
നീക്കി കൃപയാൽ കഴുകണമേ. എന്നാൽ ദൈവം ശമോൻ കിഫായുടെ അടുക്കൽ ചെന്നപ്പോൾ എന്റെ കർത്താവേ, യേശു പ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ എന്താണ് പ്രവർത്തിച്ചിരിക്കുന്നത് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിച്ചിരിക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെയാകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി തന്നെ. ആകയാൽ നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴിയെങ്കിൽ നിങ്ങളും പരസ്പരം കാലുകൾ കഴുകുവാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾ പ്രവർത്തിച്ചതുപോലെ തന്നെ നിങ്ങളും പ്രവർത്തിപ്പാനായിട്ട് ഈ ദൃഷ്ടാന്തത്തെ ഞാൻ നൽകിയിരിക്കുന്നു. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, യജമാനേക്കാൾ വലിയ ഭക്തനില്ല, അയച്ചവനേക്കാൾ വലിയ അയക്കപ്പെട്ടവനുമില്ല. ഇത് നിങ്ങളറിയുമെങ്കിൽ ആചരിക്കുമെങ്കിൽ ഭാഗ്യവാന്മാരാകുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, എന്തെന്നാൽ എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടുള്ളവരെ എനിക്കറിയാം. പക്ഷേ എന്റെ കൂടെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയാവുന്നു അവൻ എന്ന് നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടതിനായിട്ട് സംഭവിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. മെമ്മറിയോസകത്തോ താണഖിലേശ നീ തവ നില താഴ്ത്തി കഴുകി മൺമയരെ നിന്നാരാധകരെ മലിനത നീക്കി കഴുകപ്പെട്ടവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും അവരിൽ ശമൂന്റെ സ്ഥാനം വഹിച്ച വന്യ കോർപ്പിസ്കോപ്പ അഭിവന്യ തിരുമേനിയുടെ കാലുകൾ കഴുകുകയും അവ തുടച്ച് സൈത്തുകൊണ്ട് കുരിശാകൃതിയിൽ മുദ്രവെച്ചതിനു ശേഷം കാലിൽ മുത്തി അനുഗ്രഹം പ്രാപിക്കും. എന്റെ പരിശുദ്ധ ഏകജാതന്മാരായ തന്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിക്കൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരെ പോലെ നിങ്ങൾ ഇപ്രകാരം സ്നേഹപൂർവം പരസ്പരം കാലുകൾ കഴിവൻ എന്നവരെ പറഞ്ഞു പഠിപ്പിക്കൂ. നാദാ കർത്തൃകൽപ്പന ഞങ്ങൾ നിറവേറ്റുകയും പരസ്പരം കാല് കഴുകുകയും ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയുകയും ഞങ്ങളുടെ ശരീരാത്മാക്കളിൽ വസിക്കുകയും അവന്റെ കവനങ്ങളിൽ ആവസിക്കുകയും ചെയ്യണമേ. അവന്റെ കരുണയാൽ ഞങ്ങൾ കൂടുതലാക്കപ്പെടുകയും അവന്റെ ദയവാൽ ഞങ്ങൾ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ സ്വർഗീയനാഥനായ മിശിഹാതമ്പുരാനേ, നിങ്ങൾ നിന്നും പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയുകയും അങ്ങയുടെയും അങ്ങയോടുകൂടെ അടിയങ്ങളുടെയും ആത്മാക്കൾക്ക് സത്യവും നീതിയും ധരിക്കുവാൻ ശക്തിയാക്കുകയും ചെയ്യണമേ. നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു മാറ്റിക്കളയണമേ. നിന്നെ അങ്ങയുടെയും അങ്ങയുടെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മിശിഹാതമ്പുരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകണമേ. പാമൃതി കഷ്ടതകൾ
ഞങ്ങൾക്കായി വന്നോനെ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ അൻപുണ്ടാകേണം പാത്രം നിന്റെ പരിശുദ്ധ ഏകജാതൻ ഭാഗ്യവാന്മാരാതിന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരെ പോലെ നിങ്ങളെ പ്രകാരം സ്നേഹപൂർവ്വം പരസ്പരം കാൽ കഴിവീൻ എന്നെ അവര് പറഞ്ഞു പഠിപ്പിച്ചു. കർത്താവേ, ആ കർത്തകൽപ്പന ഞങ്ങൾ നിറവേറ്റുകയും പരസ്പരം കാൽ കഴുകുകയും ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുകയും ഞങ്ങളെ ശരീരാത്മാക്കളിൽ വസിക്കുകയും അവന്റെ കൃപ ഞങ്ങളെല്ലാം വസിക്കുകയും ചെയ്യണമേ. അവന്റെ കരുണയാൽ ഞങ്ങൾ പൂർണ്ണരാകപ്പെടുകയും അവന്റെ ദയാൽ ഞങ്ങൾ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. ചൊന്നാൻ സീമോൻ ഞാൻ അർത്തിപ്പോ നിന്റേതാവാൻ കൈകാലുകളും തലയും കൂടെ കഴുകിയിടണമേ. നിൻ ശിഷ്യത്വം കഴുകൽ കൂടാതിൽ എന്നാകിൽ നാഥാ ദേവാ ബഹുശതമെന്നെ അഭിഷേചിക്കാം. ഹീതമെന്നാലൻ പദപാണികളെ കഴുകിയിടേണം. നിന്നൈക്യം ഞാൻ വീട്ടിടരുതേ കഴുകുക പൂർണ്ണം. ശുശ്രൂഷിപ്പാതിരുളമായി നീ താനും നാനേ േന്മാരോടെന്തിനു വിനയം ദൈവാത്മജനേ. ഭൂവാനം നിൻ പീഠയതിൽ ക്ലേശിച്ചു മാനോർവാനോ നിൻ താഴ്മയിൽ അതിവിസ്മയമാർന്നു. പാർക്കുമോർ വന്യപിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റുചൊല്ലണം. സർവശക്തമുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവ് നിയമിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താങ്ങുമാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരൂഹായാൽ ദൈവമാതാവായ വിശുദ്ധയാവിൽ നിന്ന് ശരീരമായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് വാതിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ ഒരു മഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനോട് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സ്നേഹന്മാരും സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള കാതോലികവും സ്നേഹികവുമായ ഏകശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്ന കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവനമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുവാറാവട്ടെ. ദൈവമായ കർത്താവെ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസന സന്നിധാനത്തിങ്കൽ കേൾക്കപ്പെട്ടുകയും അംഗീകരിക്കപ്പെട്ടുകയുമായി ആക്കി തീർക്കണമേ. എല്ലാവർക്കും അവിടെ